ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് ഓഗസ്റ്റ് 26, സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ ഏകദേശം ഒരു 400 പോയിന്റ് അടുത്തൊരു ഫാൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു സെല്ലിംഗ് എൻട്രി എടുക്കാൻ തന്നെയായിരുന്നു പ്ലാന്. ബട്ട് ഓപ്പണിങ്ങിൽ തന്നെ ഒരു ഹ്യൂജ് സെല്ലിംഗ് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു. ഒന്നും ആലോചിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. പ്രീമിയം നോക്കുവാണെങ്കിൽ പ്രീമിയത്തിലേക്ക് നല്ല സ്പൈക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചാർട്ട് നോക്കിയാൽ മതി. ഏകദേശം 60 പ്രീമിയം ഏകദേശം 250 ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു പുൾ ബാക്കോ സംതിങ് വരുവാണെങ്കിൽ സ്റ്റിൽ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറിഷ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ഇപ്പോൾ എടുക്കുവാണെങ്കിൽ അതൊരു ഫോം ഓഫ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടൊക്കെ ആയിരിക്കും. സോ നെക്സ്റ്റ് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുവാണ്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, ഇപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് ബാങ്ക് നിഫ്റ്റിയിൽ തന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, പൊസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ട്രേഡാണ്, ഒരു ടെംപ്ലേറ്റ് സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് മൂവ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു പുൾ ബാക്ക്, നോർമലി ഒരു സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന പോലെ. മോർണിംഗിൽ ആ ഒരു ട്രേഡ് വളരെ ശക്തമായിട്ടുള്ള മൊമെൻറ്റത്തോടെ ഉണ്ടായിരുന്ന മൂവ്മെൻ്റ് ആയിരുന്നു. ആ ഒരു ട്രേഡ് ആക്ച്വലി മിസ് ചെയ്തതാണ്. ഓക്കെ, എല്ലാം പ്ലാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഈ ഒരു പുൾ ബാക്ക് വന്ന സമയത്താണ് ട്രേഡ് എടുത്തിരുന്നത്. ചെറിയൊരു റിജക്ഷൻ ക്യാൻഡിൽ സ്റ്റിക്കിൽ കാണാം. ആൻഡ് താഴേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. മേ ബി ഡേ ലോ വരെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബട്ട് സ്റ്റിൽ ആ ഒരു കോൺഫിഡൻറ്റ് ആസ് എ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഒരു 60% മാത്രമേ സാധ്യതകൾ കാണുന്നുള്ളൂ. കാരണം മോർണിംഗിൽ ഒരു 400 പോയിന്റ്സിൻ്റെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി മാർക്കറ്റ് സൈഡ് വേസിലോ കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ എനിവേ ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ആലോചനകളോ അനാലിസിസോ ചെയ്യുന്നില്ല. ഇനി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി, എങ്ങനെയാണ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ നെക്സ്റ്റ് എക്സിറ്റ് പ്ലാൻ ഞാൻ തയ്യാറാക്കുന്നത്. സോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സർ, ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റായി. പ്രത്യേകിച്ച് വലിയ മൊമെൻറ്റോ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഉള്ളത്. ആൻഡ് ചെറിയൊരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം ഈ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുമോ എന്നുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കറൻ്റ്ലി സെല്ലേഴ്സാണ് സ്ട്രോങ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇനി സെല്ലേഴ്സിനെ കൊണ്ട് താഴത്തെ ആ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്ലോലി സെല്ലേഴ്സ് വീക്ക് ആകും. സോ അതിനനുസരിച്ച് മേ ബി അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റുകൾ നടത്താം. ഓപ്ഷൻ ബൈയിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എക്സ്പയറി ഡേ അടുത്ത് വരുവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രീമിയം DKയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നോക്കാം, ഈ ഒരു മൊമെൻ്റ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഒന്ന് പ്രോഫിറ്റിൽ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ നിന്ന് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നോക്കിയിട്ട് ചെറിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയ ലോസിൽ ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. സോ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ആ ഒരു ഷോർട്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഷെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓപ്ഷൻ ബൈയിങ് പൊസിഷനാണ് എടുത്തിരിക്കുന്നത്. അത് എപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള DK ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. പ്രോഫിറ്റ് പൊസിഷൻ നോക്കുവാണെങ്കിൽ ചെറിയൊരു ലോസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അധികം നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഒന്ന് മോർണിംഗിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാനത് ആക്ച്വലി ട്രേഡ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. ബട്ട് സഡൻ മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡിസിഷൻ മേക്കിംഗ് ഡിലേ വന്നു. അതുകൊണ്ടാണ് മിസ് ചെയ്തത്. പിന്നീട് പുൾ ബാക്കിൽ എടുത്തു. പിന്നെ ആദ്യത്തെ മോർണിംഗ് മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ നോർമലി മാർക്കറ്റ് പിന്നെ ആ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മേ ബി സൈഡ് വേസിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അതൊരു കാരണം. പിന്നെ ടൈം DK ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്, ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. സോ ഞാനിവിടെ എക്സിറ്റ് ചെയ്യുകയാണ്. എല്ലാ ട്രേഡും നമുക്ക് പ്രോഫിറ്റ് വേണമെന്ന് യാതൊരു ആഗ്രഹമില്ല അല്ല. അപ്പോൾ ചെറിയൊരു ലോസ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മൈനർ ലോസ്. റൈറ്റ്, സോ മോർണിംഗിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ആൻഡ് അവിടെയാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ഡിലേ വന്നത്. സോ എനിവേ അത് മിസ് ചെയ്തിട്ട് നെക്സ്റ്റ് ആ ഒരു പുൾ ബാക്കിലാണ് ട്രേഡ് എടുത്തത്. പിന്നീട് പ്രത്യേകിച്ച് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എക്സിറ്റ് ചെയ്ത് വളരെ ചെറിയ ലോസ്. സോ ഇനി നമുക്ക് നാളെ ഹോളിഡേ ആണ്. നെക്സ്റ്റ് തേഴ്സ്ഡേ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുകയാണ്. വേറെ ട്രേഡ് ഇല്ല, ട്രേഡിംഗ് ക്ലോസ് ചെയ്ത് പോവുകയാണ്. സോ ബൈ.